ഈ ദുആ ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങളുടെ ഭർത്താവ് സ്നേഹത്തോടെ നിങ്ങളെ കൊണ്ടു നടക്കും. തീർച്ചയാണ്. ഇനി സ്നേഹമുള്ള ഭർത്താവാണെങ്കിലും ഈ ദുആ ഭാര്യമാർ ചൊല്ലിക്കോ, സ്നേഹം ഒന്നും കൂടി വർദ്ധിച്ചു കിട്ടും ഇൻഷാ അല്ലാഹ്. ദുആ ഇതാണ്. ദുആ ചൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് 11 തവണ മുത്തുനബി തങ്ങളുടെ മേൽ ചൊല്ലുക. ശേഷമാണ് ദുആ ചൊല്ലേണ്ടത്. ദുആ പറയാം. യാ തൂഫു ذُو الْقُوَّةِ الْمَتِينِ اعْطِفْ عَلَيَّ قَلْبَ فُلَانٍ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ. പ്രിയമുള്ളവരെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേൽപ്പറഞ്ഞ ദുആയിൽ ഫുലാൻ എന്ന സ്ഥലത്ത് എത്തിയാൽ നിങ്ങളുടെ ഭർത്താവിന്റെ പേര് വെക്കുക. നിങ്ങളുടെ ഭർത്താവിന്റെ പേര് വെച്ചുകൊണ്ട് ദുആ ചെയ്യുക. ഉദാഹരണം, നിങ്ങളുടെ ഭർത്താവിന്റെ പേര് സലീം എന്നാണെങ്കിൽ യാ തൂഫുൽ ഖുവത്തിൽ മതീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ സലീമിൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നേരെ മറിച്ച് നിങ്ങളുടെ ഭർത്താവിന്റെ പേര് മജീദ് എന്നാണെങ്കിൽ യാ തൂഫുൽ ഖുവത്തിൽ മതീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ മജീദ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഫുലാൻ എന്ന ഭാഗത്ത് നിങ്ങളുടെ ഭർത്താവിന്റെ പേര് വെച്ചുകൊണ്ട് ആയിരിക്കണം ഈ ദുആ ചെയ്യേണ്ടത്. ഈ ദുആ ദിവസവും 313 തവണയാണ് ചൊല്ലേണ്ടത്. 313 തവണ അല്ലെങ്കിൽ 111 തവണയെങ്കിലും ഈ ദുആ ചൊല്ലുക. ചൊല്ലിക്കഴിഞ്ഞ ശേഷം 11 തവണ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുക.